സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ വിധി. ചരിത്രപരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം രാജ്യത്തെ പരമോന്നത കോടതിയുടെ ഈ ഇടപെടലിനെ. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ട ഇലക്ടറൽ ബോണ്ട് എന്ന കടപ്പത്ര പദ്ധതി റദ്ദാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇലക്ടറൽ ബോണ്ട് മുഖേന സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിവരാവകാശ നിയമത്തിന്റെയും ഭരണഘടനയിലെ 19(1)(a) വകുപ്പിന്റെയും ലംഘനമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇലക്ടറൽ ബോണ്ടുകളിലൂടെയുള്ള സംഭാവന രാജ്യത്തെ പൗരന്റെ വിവരാവകാശത്തെ ലംഘിക്കുന്നു എന്ന സുപ്രധാന നിരീക്ഷണവും കോടതി നടത്തി. പണം നൽകുന്നവരുടെയും വാങ്ങുന്നവരുടെയും വിവരങ്ങളൊന്നും പുറത്തുവിടാതെ SBI പുറപ്പെടുവിക്കുന്ന ബോണ്ടുകളാണ് ഇലക്ടറൽ ബോണ്ടുകൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സ്വീകരിക്കാനുള്ള ഏറ്റവും സുതാര്യമായ മാർഗമാണ് ഇലക്ടറൽ ബോണ്ടുകൾ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതിനാൽ കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതി വിധി. കള്ളപ്പണം തടയുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശമെങ്കിൽ അതിന് ഇതിലും മികച്ച വഴികൾ വേറെയുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കള്ളപ്പണം തടയാനെന്ന പേരിൽ വിവരാവകാശം തടസ്സപ്പെടുത്തുവാനാകില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നവർക്ക് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിലും താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെ പറ്റി അറിയുവാനുള്ള അവകാശമുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ടറൽ ബോണ്ടുകൾ വഴി ഇതുവരെ ലഭിച്ച എല്ലാ സംഭാവനകളുടെയും വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുവാൻ SBIക്ക് കോടതി നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ അടുത്ത മാസം 31-നുള്ളിൽ പരസ്യപ്പെടുത്തുകയും വേണം. ഇലക്ടറൽ ബോണ്ടുകൾ വഴി സംഭാവന സ്വീകരിക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കുവാനും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇലക്ടറൽ ബോണ്ടുകൾക്കെതിരെ CPM-ഉം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസുമാണ് ഹർജി നൽകിയത്. ഈ ബോണ്ടുകളിലൂടെ പാർട്ടികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതായും വിവരാവകാശ നിയമം ലംഘിക്കപ്പെടുന്നതായും അവർ ആരോപിച്ചിരുന്നു. 2018-ലെ പൊതു ബജറ്റിലാണ് കടപ്പത്ര പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത്. പലിശയില്ലാതെ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യൻ കമ്പനികൾക്കും 1000 രൂപ മുതൽ 1 കോടി രൂപ വരെ മൂല്യമുള്ള കടപ്പത്രങ്ങൾ വാങ്ങാമായിരുന്നു. 15 ദിവസം മാത്രമാണ് കടപ്പത്രത്തിന്റെ മൂല്യം. കടപ്പത്രത്തിലൂടെ ലഭിച്ച പണത്തിന്റെ വിശദാംശങ്ങൾ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടതുണ്ട്. കമ്മീഷനെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള അക്കൗണ്ടിലൂടെ മാത്രമേ പാർട്ടികൾക്ക് കടപ്പത്രം മാറ്റിയെടുക്കുവാനും കഴിയൂ. എന്നാൽ ആരാണ് പണം നൽകിയത്, ആർക്കാണ് പണം നൽകിയത് എന്ന വിവരങ്ങൾ ബാങ്കിനല്ലാതെ മറ്റാർക്കും അറിയുവാൻ കഴിയുമായിരുന്നില്ല. തൊട്ടുമുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 1% വോട്ട് നേടിയ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇങ്ങനെ സംഭാവന സ്വീകരിക്കാമായിരുന്നു. 2017, 2018 മുതൽ 2021, 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഇലക്ടറൽ ബോണ്ടുകളിലൂടെ 5271 കോടിയാണ് BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്. രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് ഇതിന്റെ 1/5 പോലും കിട്ടിയിട്ടില്ല. അവർക്ക് ലഭിച്ചത് 952 കോടിയാണ്. മൂന്നാം സ്ഥാനത്തുള്ള തൃണമൂലിന് 767 കോടി രൂപ ലഭിച്ചു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്.